Hey guys, എന്തെങ്കിലും വിശേഷം സുഖമാണ് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ തമിഴിലുണ്ട പോലെ തന്നെ ഇന്ന് ഞാൻ ഒരു ഉച്ചയ്ക്ക് കൂടി ഒരു വീഡിയോ ഇട്ട് പറഞ്ഞേ ഉള്ളൂ. ഈ മാസം അവസാനം സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇല്ലെങ്കിൽ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ അവതരിപ്പിക്കും എന്ന് പറഞ്ഞ് നാക്കെടുത്തകത്തിട്ടില്ല. സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് പുറത്തു വന്നിരിക്കുന്നു. കുറച്ച് റൂളുകൾ ഇപ്പൊ തന്നെ പുറത്തു വിട്ടിരിക്കുന്നു. നമുക്കറിയാം ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനകത്ത് അത് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ചെറിയ അപ്ഡേറ്റുകൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് അറിയുന്നത്. ഇപ്പോഴുള്ള ഹോട്ട് ന്യൂസ് ആണ് വന്നിരിക്കുന്നത്. എനിവേ ചാനൽ ആദ്യമായിട്ടൊക്കെയാണെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ട് കൊച്ചു യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക സുഹൃത്തുക്കൾക്ക്. എല്ലാവർക്കും ഫസ്റ്റ് തന്നെ വീഡിയോ എത്തിക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുക. സോ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേയധികം നിയമങ്ങൾ മാറാൻ പോകുന്നു, കുറച്ചധികം നിയമങ്ങൾ ഘടിപ്പിക്കാൻ പോകുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലും അതിന് മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റുഡന്റ് വിസയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട്. അതുമാത്രമല്ല കെയർ വർക്കേഴ്സ് വിസയിലും മറ്റ് വർക്ക് വിസയിലൊക്കെ ഒരു പുതിയ നിയമങ്ങൾ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതേപോലെ തന്നെ ഇത് ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് പുറത്തുവിട്ടിരിക്കുന്നു. UK വിസ റൂൾസ് ടൈറ്റൻ ഫോർ കെയർ സ്റ്റാഫ്, സ്കിൽഡ് വർക്കേഴ്സ് ആൻഡ് സം സ്റ്റുഡൻസ് എന്നുള്ള രീതിയിലുള്ള പുതിയ അപ്ഡേറ്റുകളാണ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല ഒരു പുതിയ സാലറി റിക്വയർമെന്റും കൂടി കെയർ സ്റ്റാഫിന്റെ ഇടയിൽ കൊണ്ടുവന്നിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, കുറച്ചധികം നാളുകളായിട്ട് ഈ കെയർ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ചൂഷണങ്ങൾ എത്രത്തോളമാണെന്ന് നിങ്ങൾക്കറിയാമെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം പല കേസിന്റെ പുറകിലും ഞങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് പലർക്കും നീതി മേടിച്ചു കൊടുക്കാൻ വേണ്ടി പല രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എല്ലാവർക്കും നീതി മേടിച്ചു കൊടുക്കാനൊന്നും സാധിച്ചില്ല, കാരണം അത് പറ്റില്ല. അത് അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് ഇരുന്നത്. പക്ഷെ അതിന് ഗവൺമെന്റ് തക്കതായിട്ടുള്ള ഒരു ഫുൾ സ്റ്റോപ്പ് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ അറിയുന്നത്. അതായത് ഇനി കെയർ വർക്കേഴ്സിനെ പുറത്തുനിന്ന് എടുക്കുന്നത് സാധ്യമാകില്ല, ഇല്ലെങ്കിൽ സാധ്യമാകണമെങ്കിൽ പുതിയ ക്രൈറ്റീരിയകൾ, പുതിയ പോളിസികൾ ബാധകമാവും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് ഇനി കെയർ വിസയിൽ നിന്ന് UK വരാൻ നിൽക്കുന്നവർക്ക് ഏതെങ്കിലും ഏജൻസിക്ക് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഏജൻസിന്റെ കുത്തിന് പിടിച്ച് പൈസ തിരിച്ച് മേടിച്ചേക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹോം ഓഫീസ് പുതിയ നിയമങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. പറഞ്ഞിരിക്കുന്നു ഈ മാസം മാർച്ച് 31 കൂടി ഇല്ലെങ്കിൽ ഏപ്രിൽ 6 കൂടി ഇല്ലെങ്കിൽ ഏപ്രിൽ ഈ ഒരു നിയമങ്ങൾ നിലവിൽ വരാനായിട്ട് പോകണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പൈസ നിങ്ങൾ ആദ്യം സെക്യൂർ ചെയ്യുക. കാരണം ഇല്ലെങ്കിൽ പൈസ കൊണ്ട് അവന്മാരെ മുങ്ങും. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ മേടിച്ചു വെക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കെയർ വർക്കേഴ്സിനെ പുറത്തുനിന്ന് എടുക്കുന്നതിന് മുമ്പ് UK-ക്കകത്തുള്ള 10-40,000 മേലുള്ള കെയർ വർക്കേഴ്സ് ജോലിയില്ലാതെ ഇതേപോലെ എക്സ്പ്ലോയിറ്റേഷൻ ഫേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ ചതിയിൽപ്പെട്ടിട്ടുള്ള വഞ്ചനയിൽപ്പെട്ടിട്ടുള്ള ഒരുപാട് കെയർ വർക്കേഴ്സ് ഉണ്ട്. അവർക്ക് ആദ്യം പ്രയോറിറ്റി കൊടുക്കണം. അതായത് ഏത് എംപ്ലോയർ ആവട്ടെ, ഏത് കെയർ ഹോം ആവട്ടെ, ഒരു ആളെ ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഓവർസീസ് കെയർ വർക്കറെ, അഡൾട്ട് കെയർ വർക്കറിനെ UK കൊണ്ടുവരുന്നതിന് മുമ്പ് ഇവിടെ ഹോം ഓഫീസിന് പ്രൂവ് ചെയ്യേണ്ടതായിരിക്കും എന്തുകൊണ്ട് UK എടുക്കുന്നില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ ഹോം ഓഫീസ് അതിന് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഒരു ആക്ഷൻ തന്നെയാണ്. കാരണം ഇവിടെയുള്ള 10-40,000 മേലെ ആളുകളെ ഫസ്റ്റ് എടുത്ത് ജോലിക്ക് കയറ്റുക, അതിനുശേഷം ബാക്കിയുള്ളവരെ എടുക്കുക എന്നുള്ളതാണ്. അതൊരു നല്ലൊരു തീരുമാനമായിട്ട് തോന്നി. കാരണം ഒരുപാട് തട്ടിപ്പുകൾ ഇവിടെ നിൽക്കും എന്നുള്ളത് തന്നെയാണ് അറിയുന്നത് കേട്ടോ. അപ്പൊ അത് മാത്രമല്ല, എംപ്ലോയേഴ്സിന് ഇനി കെയർ വർക്കേഴ്സിന് എടുക്കുന്നതിന് മുമ്പ് തന്നെ സാലറി അതിനകത്ത് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത് ഏപ്രിൽ 9 തൊട്ടാണ് കേട്ടോ നിലവിൽ വരുന്നത്. സാലറി 23,200 പൗണ്ട് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അതിപ്പോ 25,000 പൗണ്ട്, അതായത് പെർ അവർ 12.82, അതായത് 82 പെൻസ്, 12.82. ഈ ഒരു സാലറി അവർക്ക് മിനിമം വേജ് ആയിട്ടില്ലെങ്കിൽ പെർ അവറിൽ കൊടുക്കണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതും വളരെ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും കെയർ വർക്കേഴ്സ് ഇവിടെ അവർക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ അപ്ഡേറ്റുകൾ പറയും, വളരെ വൈറ്റൽ ആയിട്ടുള്ള ഇല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ജോബ് സെക്ടർ തന്നെയാണ് കെയർ സെക്ടർ. കാരണം ഇവിടെയുള്ള വളരെ പ്രായം ചെന്നിട്ടുള്ള ആളുകളെ നോക്കാൻ വേണ്ടി അവരെ ആവശ്യമാണ്. പക്ഷേ ഈ ഒരു നിയമം വളരെ വ്യക്തമായിട്ട് തന്നെ ഇവരുടെ നെറ്റ് ഇമിഗ്രേഷൻ കുറയ്ക്കാനും സാധിക്കും. അതുമാത്രമല്ല, ഓവറായിട്ട് ഇന്റർനാഷണൽ കെയർ വർക്കേഴ്സിനെ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഇല്ലെങ്കിൽ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യവും കുറയ്ക്കാനായിട്ട് ഗവൺമെന്റ് ഈ ഒരു നിയമം കൊണ്ട് സാധിക്കും എന്നുള്ള രീതിയിലാണ് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ളവർക്കായിരിക്കും ഇനി പ്രയോറിറ്റി, അതും കെയർ വർക്കേഴ്സിനായിരിക്കും പ്രയോറിറ്റി. അപ്പൊ എന്തുകൊണ്ട് കെയർ വർക്കേഴ്സിന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പൊ ലാസ്റ്റ് ജോബ് കിട്ടാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കെയർ വിസയിലേക്ക് മാറാനായിട്ട് ശ്രമിക്കുന്ന ആളുകളുണ്ടാവും. ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ ഇന്ന് നമ്മുടെ സോളിസിറ്ററുമായിട്ട് സംസാരിച്ചപ്പോൾ സ്റ്റുഡൻസിന് ഇത് ബാധകമായേക്കും എന്നാണ് പറയുന്നത്. സ്റ്റുഡൻസിനെ ഹയർ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെയുള്ള കെയർ വർക്കേഴ്സിനെ പരിഗണിക്കും എന്നുള്ളതാണ് അറിയാനായിട്ട്. അതായത് ജോബ് വിസയിൽ വന്ന ഇല്ലെങ്കിൽ
മറ്റ് പ്രോപ്പർ ആയിട്ടുള്ള കെയർ വർക്കേഴ്സിനെ പരിഗണിക്കും എന്നുള്ളതാണ് സോളിസിറ്റർ. എന്തായാലും നിങ്ങളുടെ സംശയങ്ങൾ ഇവിടെ ഒന്നും തീരില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നാളെ നമ്മുടെ ഇമിഗ്രേഷൻ സോളിസിറ്ററുമായിട്ടുള്ള ഒരു Q&A സെക്ഷൻ ഉണ്ടാവും. അതിന് കഴിഞ്ഞിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഗൈസ്, നിങ്ങൾ ആരും പാനിക് ആവേണ്ട. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് യഥാസമയത്ത് കിട്ടും. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയാൽ മാത്രം മതി, എല്ലാം ഓക്കെയാണ്. ഓക്കെ, പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന്റെ കേസിൽ ഈ ഒരു കാര്യം ബാധകം. ഇപ്പോൾ സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ട് ഒരുപാട് പേര് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ അതൊക്കെ മാറാൻ പറ്റും. എന്നാൽ ലാസ്റ്റ് മിനിറ്റിൽ കയറി ഒരു വിസ എടുക്കാൻ പോകുന്നവർക്ക് പറ്റില്ല. അത് ഇപ്പൊ തന്നെ പറ്റുന്നില്ല. കാരണം ഹോം ഓഫീസ് തറവായിട്ടുള്ള ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ ഈ പുതിയ വന്ന നിയമങ്ങളിൽ പറയുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ കേസ് വർക്കേഴ്സിന് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് വന്നിട്ടുണ്ട്, വിസ റെഫ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളും എന്നുള്ള കാര്യം കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റുഡൻസ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അവർ വലിയൊരു വിഷമമുള്ള ഒരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ എടുത്തിട്ട് ഒരു അവസാന കച്ചിത്തുരുമ്പ് എന്നുള്ള രീതിയിലാണ് സ്റ്റുഡൻസ് ഈ ഒരു കെയർ വിസ എടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അവിടെയും ഇങ്ങനൊരു സംഭവം വരുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി കെയർ വർക്കേഴ്സിന് പോകുന്ന സമയത്ത് പോവും. പിന്നെ ഒറ്റ കാര്യം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം വരെ നിൽക്കരുത്. എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ കെയർ മേഖലയിൽ നോക്കാം. അതിപ്പോ ഞാൻ പറയുന്നതാണേ, അത് ഗ്യാരണ്ടി ഇല്ലേ. സമാധാനിപ്പിക്കാൻ പറഞ്ഞാൽ പോലും നാളെ സോളിസിറ്റർ വന്നിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും, പേടിക്കണ്ട എന്നാൽ പോലും. ഓക്കെ, അത് മാത്രമല്ല കേട്ടോ, ഇനി മറ്റും സ്റ്റുഡന്റ് വിസയിലും മറ്റേ നിയമങ്ങൾ മാറിയിട്ടുണ്ട്. അതും കൂടി പറഞ്ഞുതരാം. സ്റ്റുഡന്റ് വിസയിൽ മറ്റൊരു തട്ടിപ്പ് നടക്കുന്ന മേഖലയാണ് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. തട്ടിപ്പ് നടക്കുന്ന മറ്റൊരു മേഖല എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടേം കോഴ്സുകൾ. അതായത് ഇംഗ്ലീഷ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് നാട്ടിലുള്ള, നമുക്കറിയാം തൃശ്ശൂരിലെ ഒരു ഏജൻസി ഒരു വലിയൊരു തട്ടിപ്പ് നടത്തിയിട്ട് ഒരുപാട് പേര് തട്ടിപ്പിൽ ഇരയാക്കിയെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് പഠിക്കാൻ താല്പര്യമില്ലാത്തവരും ചുമ്മാ UK വരണം, എന്തെങ്കിലും ചെയ്യാം എന്ന് താല്പര്യമുള്ളവരും കൂടിയിട്ടാണ് ഈ പറഞ്ഞ ഈ ഷോർട്ട് ടേം വിസ എടുക്കുന്ന ഒരു കാര്യം ഉണ്ടായത്. അതായത് ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ ഒരു 6 months to 11 months വരെ കാലയളവിൽ കിട്ടുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരു കോഴ്സ് എടുത്തിട്ട് വരുന്നുണ്ടാവും. പാർട്ട് ടൈം ചെയ്യാൻ പറ്റില്ല, ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. അവരുടെ കേസൊക്കെ ഇവിടെ വന്നിട്ട് അനുഭവിക്കുന്നവരെ ഒരുപാട് പേരെ നമുക്കറിയാം. അപ്പോൾ ആ ഒരു കാര്യത്തിലും ഹോം ഓഫീസ് നമ്മുടെ കേസ് വർക്കേഴ്സിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കൊടുത്തിരിക്കുന്നു. അങ്ങനെയുള്ള വിസകളും സംശയം തോന്നുകയാണെങ്കിൽ റിജക്ട് ചെയ്യാനായിട്ട്, അതായത് റിജക്ട് ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഇനി അങ്ങനെയുള്ള വിസകളിലും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം 2022 തൊട്ട് 2024 വരെ ഏകദേശം 470 സ്പോൺസർഡ് ലൈസൻസുകൾ കെയർ വർക്കേഴ്സിന്റെ കെയർ സെക്ടേഴ്സിലുള്ള റിവോക്ക് ചെയ്തിട്ടുണ്ട് എന്നും ഹോം ഓഫീസിന്റെ ഈ ഒരു ന്യൂസിനകത്ത് കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതായത് വളരെ ഈ പറഞ്ഞ ആളുകളെ പറ്റിച്ച് കൊണ്ടുവന്നിട്ടുള്ള അങ്ങനെയുള്ള ആളുകളെ മാത്രം എടുക്കുന്ന കെയർ ഹോമുകളെ പൂട്ടിച്ചിട്ടുണ്ട് നമ്മുടെ ഹോം ഓഫീസ്. അപ്പോൾ അതേപോലെ തന്നെ മാത്രമല്ല, കെയർ ഹോമുകളിലേക്കൊക്കെ ജോലി നോക്കുമ്പോൾ നിങ്ങൾ പൈസ കൊടുക്കുന്നത് നിർത്തലാക്കാനായിട്ട്, അത് മേടിക്കുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നും അങ്ങനെ ചെയ്യുന്നവരെയും പിടിച്ചു നിർത്താൻ വേണ്ടി കൂടിയാണ് ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് ഈ ഒരു വിസയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് അങ്ങനെ കൊടുത്തിട്ടെങ്കിൽ വിസ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ ചെറിയ പാളിച്ചകൾ വരും എന്നുള്ളതാണ് ഉറപ്പ്. ഇതിനകത്ത് UK വിസ റൂൾസ് ടൈറ്റൻ ഫോർ കെയർ സ്റ്റാഫ് ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് ആൻഡ് സം സ്റ്റുഡൻസ് എന്നുള്ള ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സ്റ്റുഡൻസിന്റെ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പററി ആയിട്ട് UK വരുന്ന ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഷോർട്ട് ടേം കോഴ്സ് എടുത്ത് വരുന്നവർക്കാണ് ഈ ഒരു സംഭവം ബാധിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, സ്കിൽഡ് വർക്കേഴ്സിന്റെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ കെയർ വർക്കേഴ്സിന്റെ മാത്രമാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. വേറൊരു കാര്യം ഇതുവരെ വന്നിട്ടില്ല. ഐ തിങ്ക് പെട്ടെന്ന് തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് നോക്കി നോക്കാം കൂടുതലും. അപ്പോൾ ഇതൊരു ചെറിയൊരു അപ്ഡേറ്റ് ആണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ വരുന്ന മാസങ്ങളിൽ ഒരുപാട് അപ്ഡേറ്റ് വരുന്നുണ്ട്. സോ നമ്മുടെ സോളിസിറ്റർ നമ്മുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസുകളും നിങ്ങളുടെ സംശയങ്ങളും തീർത്തു വരും. 1. പിന്നെ 2, ഇതിപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിന്റെ നാളെ ഒരു ലൈവ് സെക്ഷൻ ഉണ്ട്. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പൊ സിമ്പിൾ ആയിട്ട് മനസ്സിലായി കഴിച്ചാൽ ഇനി തൊട്ട് കെയർ വർക്കേഴ്സിനെ നാട്ടിൽ നിന്ന് ഹയർ ചെയ്യില്ല. UK എന്നുള്ളവർക്കായിരിക്കും പ്രയോറിറ്റി. അതും ഇവിടെ ഏകദേശം ഒരു 10-40,000 മേലെ ആളുകൾ കെയർ ഹോമിൽ ജോലി നോക്കി വന്നിട്ട് കിട്ടാതിരിക്കുന്നവരും ഇല്ലെങ്കിൽ ഓൾറെഡി ഇവിടെ ഉള്ളവരും ഇവിടുത്തെ ആളുകളും അവരൊക്കെ ആയിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി. ഇപ്പോൾ ഹോമിന് അത് പ്രൂവ് ചെയ്യേണ്ടി വരും ഹോം ഓഫീസിന്റെ അടുത്ത് എന്തുകൊണ്ട് പുറത്തുനിന്ന് ആൾക്കാർ എടുക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പുറത്തുനിന്ന് ഒരു വിസ കൊടുക്കുന്ന പരിപാടികൾ നടക്കില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് കെയർ വർക്കേഴ്സിനെ തന്നെ ആയിരിക്കും, UK അകത്തുള്ള കെയർ വർക്കേഴ്സിനെ. ഇതുവേ ചെറിയൊരു അപ്ഡേറ്റ് ആയിരുന്നു, ക്വിക്കായിട്ടുള്ള അപ്ഡേറ്റ് ആണ്. സപ്പോർട്ട് ചെയ്യുക.